സമ്മർ സ്ലാം 2025 മാച്ച് കാർഡ് പ്രഡിക്ഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമ്മർ സ്ലാം 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസത്തെയും മാച്ച് കാർഡ് ഒരു വീഡിയോയിലാണ് പറയുന്നത്. ഇതുവരേക്കും സമ്മർ സ്ലാമിൽ 12 മാച്ചാണ് കൺഫേം ചെയ്തത്. ഇതിൽ 6 മാച്ച് നൈറ്റ് 1ലും 6 മാച്ച് നൈറ്റ് 2വിലും. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം, അതിന്റെ പ്രൊഡിക്ഷൻസും പറയാം. സമ്മർ സ്ലാം എപ്പോഴാണ് കാണാൻ സാധിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ചയും അതുപോലെ തന്നെ ഈ വരുന്ന തിങ്കളാഴ്ചയും രാവിലെ 3:30 സമ്മർ സ്ലാം നമ്മൾക്ക് ലൈവായിട്ട് കാണാൻ സാധിക്കുക. നെറ്റ്ഫ്ലിക്സിൽ 3:30 തന്നെ ലൈവായിട്ട് ഷോ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 3 മണിക്കൂർ ലെങ്ത് ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ 2 ദിവസത്തെയും ചേർത്ത് മൊത്തം 6 മണിക്കൂറിന്റെ ഷോയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ 3:30 മറക്കാതെ കാണുക. പിന്നെ എല്ലാ പ്രൊഡിക്ഷൻ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ പറയുന്ന എല്ലാ റിസൾട്ടും കറക്റ്റ് ആയിരിക്കും എന്ന് ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ ഇത് ജസ്റ്റ് പ്രൊഡിക്ഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡിക്ഷനും കമന്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് സമ്മർ സ്ലാം നൈറ്റ് 1നെ പറ്റി പറയാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയാൻ പോകുന്ന മാച്ച് വുമൻസ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. വുമൻസ് ചാമ്പ്യൻ ടിഫനി സ്ട്രാറ്റൻ വേഴ്സസ് ക്വീൻ ഓഫ് ദ റിംഗ് വിന്നറായ ജേഡ് കാർഗിൽ. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് നോക്കുന്ന സമയത്ത് ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ജേഡ് കാർഗിൽ വിൻ ചെയ്ത് ന്യൂ വുമൻസ് ചാമ്പ്യൻ ആവാനാണ് ചാൻസ്. ടിഫനി സ്ട്രാറ്റൻ സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് തോൽക്കും. അതുപോലെ ജേഡ് കാർഗിലിനെ കൊണ്ടുവന്നിട്ട് ഇതുവരേക്കും നല്ലൊരു മാച്ചോ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പോ പറയത്തക്കതായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ജേഡ് കാർഗിൽ വിൻ ചെയ്ത് ന്യൂ വുമൻസ് ചാമ്പ്യൻ ആകും. രണ്ടാമത്തെ മാച്ച് വുമൻസ് 13 ചാമ്പ്യൻഷിപ്പ്. വുമൻസ് 13 ചാമ്പ്യൻസായ റെക്കേൽ ആൻഡ് റോക്സാൻ പെരസ് വേഴ്സസ് അലക്സ ബ്ലിസ് ആൻഡ് ഷാർലറ്റ് ഫ്ലെയർ. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് അലക്സ ബ്ലിസ് ആൻഡ് ഷാർലറ്റ് ഫ്ലെയർ ഇവരെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതായത് അലക്സ ബ്ലിസും ഷാർലറ്റും ചേർന്നുകൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ അലക്സ ബ്ലിസ് ആൻഡ് ഷാർലറ്റ് ഫ്ലെയർ ഇവരാണ്. അതായത് ജഡ്ജ്മെന്റുടെ ടീമിന്റെ കയ്യിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ടൊന്നും പോകുന്നില്ല. എപ്പോഴും അവരുടെ കയ്യിലാണ് ചാമ്പ്യൻഷിപ്പ് എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് പോകാനായിട്ട് ഇതാണ് ഏക നല്ല വഴി. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ അലക്സ ബ്ലിസ് ആൻഡ് ഷാർലറ്റ് വിൻ ചെയ്ത് ന്യൂ ടാഗ് ടീം ചാമ്പ്യൻസ് ആകും. അടുത്ത മാച്ച് സാമി സൈൻ വേഴ്സസ് കെരിയൻ ക്രോസ്. ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഇതേ മാച്ച് നമ്മൾ 2 പ്രാവശ്യം കണ്ടതാണ്. അതും നൈറ്റ് ഓഫ് ചാമ്പ്യനിൽ ഈ മാച്ച് നടന്നപ്പോൾ സാമി സൈൻ വിൻ ചെയ്തു. പിന്നീട് റോയിൽ കെരിയൻ ക്രോസ് വിൻ ചെയ്തു. ഇനി നടക്കാൻ പോകുന്ന മാച്ചിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കെരിയൻ ക്രോസ് വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. അതായത് കെരിയൻ ക്രോസ് വിൻ ചെയ്താൽ കെരിയൻ ക്രോസിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. സാമി സൈൻ ഇനി കെരിയൻ ക്രോസിനെ തോൽപ്പിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ കെരിയൻ ക്രോസ്. പിന്നീട് സാമി സൈന്റെ സ്വഭാവം മാറുന്നത് പോലെയൊക്കെ കാണിച്ചേക്കാം. അപ്പൊ അതിനു വേണ്ടി കൂടിയാണ് കെരിയൻ ക്രോസ് സാമി സൈന്റെ പിന്നാലെ നടക്കുന്നത്. അങ്ങനെ സ്വഭാവം മാറാണെങ്കിൽ അത് ഈ ഒരു സമ്മർ സ്ലാമിന്റെ മാച്ചിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ടാഗ് ടീം മാച്ച് റാൻഡി ഓർട്ടൻ ജെല്ലി റോൾ വേഴ്സസ് ലോഗൻ പോൾ ആൻഡ് ഡ്രൂ മാക്കിൻടയർ. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. പിന്നെ ഈ മാച്ചിൽ ഡ്രൂ മാക്കിൻടയർ വന്നേക്കില്ല എന്നൊക്കെ ചില ന്യൂസും കാര്യങ്ങളെല്ലാം കണ്ടു. അതായത് ഡ്രൂ മാക്കിൻടയറിന് എന്തോ ട്രാവൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ WWE അതിനൊരു ബാക്കപ്പ് പ്ലാൻ എല്ലാം വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാനായിട്ട് മിസ്സിനെ ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഡ്രൂ മാക്കിൻടയർ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിച്ചാൽ റാൻഡി ഓർട്ടൻ ആൻഡ് ജെല്ലി റോൾ ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത മാച്ചും ടാഗ് ടീം മാച്ചാണ്. റോമൻ റെയിൻസ് ആൻഡ് ജേ യൂസോ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ആൻഡ് ബ്രോൺസൺ റീഡ്. ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ച് വേറെ ലെവലാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ മാച്ചാണ് മെയിൻ ഇവന്റായി നടക്കാൻ പോകുന്നത് എന്നും പറയുന്നുണ്ട്. അതായത് CM പങ്ക് ഗന്ധർ ഇവരുടെ മാച്ച് മെയിൻ ഇവന്റിൽ നിന്നും മാറ്റി റോമൻ റെയിൻസിന്റെ ടാഗ് ടീം മാച്ച് വെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മാച്ച് മെയിൻ ഇവന്റ് വെക്കാനായിട്ടുള്ളതൊന്നും ഇല്ല. ഇനി മാച്ചിന്റെ അവസാനത്തിൽ അതുപോലെയുള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണെങ്കിൽ മെയിൻ ഇവന്റ് വെക്കുന്നതിൽ കുഴപ്പമില്ല. ഇല്ല എങ്കിൽ CM പങ്കിന്റെ മാച്ചാണ് മെയിൻ ഇവന്റ് പ്രതീക്ഷിച്ചത്. അപ്പോൾ റോമൻ റെയിൻസിന്റെ മാച്ച് മെയിൻ ഇവന്റ് വരും എന്നാണ് പറയുന്നത്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഈ മാച്ചിന്റെ പ്രൊഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ മാച്ചിന്റെ പ്രൊഡിക്ഷൻ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും. അതായത് റോമൻ റെയിൻസ് ആൻഡ് ജേ യൂസോ ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് എൻ്റെ പ്രൊഡിക്ഷൻ. പിന്നെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് സാമി സൈൻ വന്നുകൊണ്ട് ഒരു ട്വിസ്റ്റ് ഒപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് വില്ലനായി മാറി സെത്തിന്റെ ടീമിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ചാൻസ് കാണുന്നുണ്ട്. അതായത് സാമി സൈൻ ഈ മാച്ചിൽ വന്നുകൊണ്ട് റോമൻ റെയിൻസ് ജേ യൂസോയ്ക്കെതിരെ തിരിയുകയാണെങ്കിൽ
ബ്രോൺ ബ്രേക്കർ ആൻഡ് ബ്രോൺസൺ റീഡ് ഇവരാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതായത് സെറ്റിന്റെ ടീം. സാമി സൈൻ വന്നിട്ടില്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ റോമന്റെ ടീമാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ മാച്ചിന്റെ പ്രൊഡിക്ഷൻ. അപ്പോൾ എന്റെ പ്രൊഡിക്ഷൻ റോമൻ റെയ്ൻസ് ടീം ഈ മാച്ച് വിൻ ചെയ്യും എന്നാണ്. നോക്കാം സാമി സൈൻ വന്നുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും പരിപാടി നടക്കുമോ എന്ന്. പിന്നെ സെത്ത് റോളൻസ് ഒക്കെ ഈ മാച്ചിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഈ മാച്ചിൽ വരാൻ വേണ്ടിയിട്ടാണ് സെത്തിന്റെ ഇഞ്ചുറി സ്റ്റോറി ലൈൻ കാണിച്ചത് എങ്കിൽ അത് ഒട്ടും സെറ്റ് ആവില്ല. അതുകൊണ്ട് ഈ മാച്ചിൽ വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അവസാനത്തെ മാച്ച് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. വേൾഡ് ചാമ്പ്യൻ ഗുന്തർ വേഴ്സസ് CM പങ്ക് ഇവർക്കാണ് ഈ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ CM പങ്ക് ഈ മാച്ച് വിൻ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. അതായത് CM പങ്ക് WWE വന്നിട്ട് ഒരുപാട് നല്ല നല്ല മാച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ചാമ്പ്യൻഷിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് CM പങ്ക് ഈ സമ്മർ സ്ലാമിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ മാച്ചിൽ എന്റെ പ്രൊഡിക്ഷൻ CM പങ്ക്. ഇനി പറയാൻ സാധിക്കില്ല, ചിലപ്പോൾ WWE ഗന്ധറിനെ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആക്കി കൊണ്ടുപോകും. അപ്പോൾ എന്റെ പ്രൊഡിക്ഷൻ CM പങ്ക് വിൻ ചെയ്ത് ന്യൂ വേൾഡ് ചാമ്പ്യൻ ആകും എന്നാണ്. ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സെത്ത് റോളൻസിന്റെ മണി ഇൻ ദി ബാങ്ക് ക്യാഷിംഗ് നമ്മൾക്ക് കാണാൻ സാധിച്ചേക്കാം. പക്ഷെ അത് 100% ഉറപ്പ് പറയുന്നില്ല. ഇത്തരത്തിൽ ഒരു പ്ലാനും റൂമറൊക്കെ മുൻപേ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സെത്ത് റോളൻസിന്റെ ഒരു മണി ഇൻ ദി ബാങ്ക് ക്യാഷിംഗ് ചിലപ്പോൾ നമ്മൾക്ക് ഈ മാച്ചിൽ കാണാൻ സാധിക്കാം. അങ്ങനെയാണെങ്കിൽ ചാമ്പ്യൻഷിപ്പ് സെത്ത് കൊണ്ടുപോകും CM പങ്കിന്റെ അടുത്ത് ക്യാഷിൻ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും നോക്കാം. എന്റെ പ്രൊഡിക്ഷൻ CM പങ്ക് വിൻ ചെയ്ത് ന്യൂ വേൾഡ് ചാമ്പ്യൻ ആകും. ഇനി CM പങ്കിനെ തോൽപ്പിച്ച് ക്ലാഷ് ഇൻ പാരീസ് വരെ ഈ ഒരു സ്റ്റോറി കൊണ്ടുപോകുമോ എന്നറിയില്ല, നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നൈറ്റ് 1 നടക്കാൻ പോകുന്ന മാച്ചുകൾ. ഇനി നൈറ്റ് 2 നടക്കാൻ പോകുന്ന മാച്ച് എല്ലാം നോക്കാം. ഫസ്റ്റ് വുമൻസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ത്രെഡ് മാച്ച്. വുമൻസ് വേൾഡ് ചാമ്പ്യൻ നയോമി വേഴ്സസ് ഇയോ സ്കൈ വേഴ്സസ് റിയ റിപ്ലി ഇവർക്കാണ് ട്രിപ്പിൾ ത്രെഡ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ച് ഒരു ട്രിപ്പിൾ ത്രെഡ് മാച്ചും കൂടി ആയതുകൊണ്ട് അല്പം സിമ്പിളായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് വുമൻസ് വേൾഡ് ചാമ്പ്യൻ നയോമി തന്നെയാണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ആവാൻ പോകുന്നത്. ഇതിന് മറ്റൊരു കാരണവുമുണ്ട്. അതായത് ഇയോ സ്കൈയോ റിയ റിപ്ലിയോ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത പിന്നീട് ക്ലാഷ് ഇൻ പാരീസിൽ സ്റ്റെഫനി വാൾക്കറിന്റെ കൂടെ അവർക്ക് മാച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം WWE ചെയ്യും എന്ന് തോന്നുന്നില്ല. നയോമി വേഴ്സസ് സ്റ്റെഫനി വാൾക്കർ മാച്ച് ആയിരിക്കാം ക്ലാഷ് ഇൻ പാരീസിൽ വെക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ നയോമി. അടുത്ത മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ്. IC ചാമ്പ്യൻ ബെക്കി ലിഞ്ച് വേഴ്സസ് ലൈറ വൽക്കീരിയ ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് സാധാരണ മാച്ച് ആയിട്ടല്ല, ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയിട്ടാണ് നടത്തുന്നത്. ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാച്ചിലും ഒരു വമ്പൻ ട്വിസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആ ഒരു ട്വിസ്റ്റ് വന്നിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നത് പോലെ ലൈറ വൽക്കീരിയ ബെക്കി ലിഞ്ചിനെ തോൽപ്പിച്ചുകൊണ്ട് ന്യൂ IC ചാമ്പ്യനായി മാറും. അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയതുകൊണ്ട് ഈ മാച്ചിന്റെ അവസാനം ലൈറ വൽക്കീരിയ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ബെയ്ലി വന്നുകൊണ്ട് ലൈറ വൽക്കീരിയനെ അറ്റാക്ക് ചെയ്യാനും പിന്നീട് ബെക്കി ലിഞ്ചിനെ സ്റ്റിൽ ചാമ്പ്യൻ ആക്കാനും ചാൻസ് ഉണ്ട്. അതായത് ബെയ്ലി ഈ മാച്ചിൽ ഹിൽ ടേൺ ചെയ്ത് ഇങ്ങനെയെല്ലാം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രൊഡിക്ഷനും തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതായത് ബെയ്ലി വന്നിട്ടില്ല എങ്കിൽ മാത്രമേ ലൈറ വൽക്കീരിയ IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യൂ. ബെയ്ലി വന്നാൽ അവർ തോൽക്കാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ. പക്ഷെ കറക്റ്റായിട്ട് ഒരു പ്രൊഡിക്ഷൻ പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ലൈറ വൽക്കീരിയ വിൻ ചെയ്ത് ന്യൂ IC ചാമ്പ്യൻ ആകും എന്നാണ് ഞാൻ പറയുന്നത്. അടുത്ത മാച്ചും ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. IC ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് AJ സ്റ്റൈൽസ്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയ സാധ്യത കൂടുതൽ, എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ എൻ്റെ പ്രൊഡിക്ഷൻ നമ്മുടെ AJ സ്റ്റൈൽസ് IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യണം എന്നാണ്. അതായത് ഡൊമിനിക് കുറേ ആയിട്ടുണ്ട് ഇപ്പോൾ IC ചാമ്പ്യൻഷിപ്പ് കൊണ്ടു നടക്കുന്നത്. ആ ഒരു ടീം ഒഴികെ ബാക്കിയൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ട് തോന്നുന്നുമില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് AJ സ്റ്റൈൽസിൻ്റെ കയ്യിലേക്ക് വന്ന IC ചാമ്പ്യൻഷിപ്പിൻ്റെ ലെവൽ തന്നെ മാറും. പിന്നെ AJ സ്റ്റൈൽസിനധികം WWE ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു സമ്മർ സ്ലാമിൽ AJ സ്റ്റൈൽസിന് വിൻ കൊടുക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം റെസൽമേനിയയിൽ തന്നെ AJ സ്റ്റൈൽസ് ജയിക്കേണ്ടതായിരുന്നു. അവസാന നിമിഷം ലോഗൻ പോളിനെയാണ് ജയിപ്പിച്ചത്. അതുകൊണ്ട് സമ്മർ സ്ലാമിൽ AJ സ്റ്റൈൽസ് ഡൊമിനിക് മിസ്റ്റീരിയോനെ തോൽപ്പിച്ചുകൊണ്ട് IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനാണ് ചാൻസ് ഉള്ളത്. മാച്ചിന്റെ ക്ലൈമാക്സ് ചിലപ്പോൾ ഒരു സൂപ്പർ സ്റ്റൈൽ ക്ലാഷ് ആയിരിക്കാം. അടുത്ത മാച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഇത് സാധാരണ മാച്ചല്ല, സ്റ്റീൽ കേജ് മാച്ച് ആയിട്ടാണ് നടക്കാൻ പോകുന്നത്.
യുണൈറ്റഡ് ചാമ്പ്യൻ സോളോ സിക്കാവ വേഴ്സസ് ജേക്കബ് ഫാട്ടു ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. ഈ മാച്ചിൽ ജേക്കബ് ഫാട്ടു വിൻ ചെയ്ത് ന്യൂ യുണൈറ്റഡ് ചാമ്പ്യൻ ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. കാരണം ജേക്കബ് ഫാട്ടുവിന് ഇപ്പോൾ വേറെ ലെവൽ സപ്പോർട്ട് വരുന്നുണ്ട് ഫാൻസിന്റെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് ജേക്കബ് ഫാട്ടു ഈ മാച്ച് വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് സ്റ്റീൽ കേജ് മാച്ച് ആയാലും ഇതിലും ബ്ലഡ് ലൈൻ ടീമിന്റെ ഒരു ഇടപെടൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ ജിമ്മീസോ എല്ലാം വന്നുകൊണ്ടും ഒരു സെഗ്മെന്റ് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ മറികടന്ന് വേണം ജേക്കബ് ഫാട്ടു വിൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ജേക്കബ് ഫാട്ടു വിൻ ചെയ്ത് ന്യൂ യുണൈറ്റഡ് ചാമ്പ്യൻ ആകും എന്നാണ്. എന്നാൽ സ്റ്റോറി ലൈൻ നോക്കുമ്പോൾ സോളോ സിക്കാവയെ തന്നെ സ്റ്റിൽ ചാമ്പ്യൻ ആക്കുമോ എന്നൊരു ഡൗട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊഡിക്ഷൻ ജേക്കബ് ഫാട്ടു. അടുത്ത മാച്ച് സമ്മർ സ്ലാമിൽ വേറെ ലെവലാകാൻ പോകുന്ന ഒരു മാച്ചാണ്. അതായത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്. അതും സാധാരണ മാച്ചായിട്ടല്ല, TLC മാച്ചായിട്ടാണ് ഈ മാച്ച് കൺഫേം ചെയ്തിട്ടുള്ളത്. ടാഗ് ടീം ചാമ്പ്യൻസായ വയർ 6, ഫ്രാക്സിയം, സ്ട്രീറ്റ് പ്രോഫിറ്റ്സ്, DIY, മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ആൻഡ് ആൻഡ്രോയിഡ് റേ ഫിനിക്സ് ഇവർക്കാണ് ഈ ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ച് വേറെ ലെവലായിരിക്കും സമ്മർ സ്ലാമിൽ. അതുപോലെയുള്ള റെസ്ലേഴ്സാണ് ഈ മാച്ചിൽ ഫൈറ്റ് ചെയ്യുന്നത്. അതും TLC മാച്ച് കൂടിയാകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, പൊളിച്ചെടുക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ ഈ മാച്ചിൽ പ്രൊഡിക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. അതായത് വൈറ്റ് 6 ടീം തന്നെ സ്റ്റിൽ ടാഗ് ടീം ചാമ്പ്യൻസ് ആകാം എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഈ മാച്ചിൽ ആൻഡ്രോയിഡ് റേ ഫിനിക്സ് അവസാനം കയറി ചാമ്പ്യൻഷിപ്പ് എടുക്കും എന്നാണ്. അതായത് ആൻഡ്രോയിഡേക്ക് നല്ല പുഷ് കൊടുക്കാനുള്ള പ്ലാനൊക്കെ WWE ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആൻഡ്രോയിഡ് റേ ഫിനിക്സ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ ആൻഡ്രോയിഡ് ആൻഡ് റേ ഫിനിക്സ് ന്യൂ ടാഗ് ടീം ചാമ്പ്യൻസ് ആകും എന്നാണ്. ഇനി സമ്മർ സ്ലാം നൈറ്റ് 2 മെയിൻ ഇവന്റ് WWE ചാമ്പ്യൻ ജോൺ സീന വേഴ്സസ് കിങ് ഓഫ് ദ റിംഗ് വിൻ ചെയ്ത കോഡി റോഡ്സ് ഇവർക്കാണ് ഈ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ മാച്ചിൽ 100% കോഡി റോഡ്സ് വിൻ ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതുകൂടാതെ കോഡി റോഡ്സ് ഈ മാച്ചിൽ ഹീൽ ടേൺ ചെയ്തുകൊണ്ട് റോക്കിന്റെ കൂടെ ചേരാനും ഒരു കോർപ്പറേറ്റ് ലെവൽ ചാമ്പ്യൻ ആകാനും ചാൻസ് ഉണ്ട്. അതായത് റോക്കിന് കോഡി റോഡ്സിനെ എങ്ങനെയെങ്കിലും വില്ലനാക്കണം എന്നാണ് ഇപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കേൾക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു സാധ്യതയുണ്ട്. അതായത് കോഡി റോഡ്സ് ഹീൽ ടേൺ ചെയ്ത് ജോൺ സീന റെസൽമേനിയയിൽ എന്താണോ ചെയ്തത് അത് തന്നെ ജോൺ സീനയോട് ചെയ്യുമെന്നും ശേഷം ജോൺ സീന ഫേസായി മാറും, കോഡി റോഡ്സ് വില്ലനായി മാറും. അതായത് ഒരേ മാച്ചിൽ തന്നെ രണ്ടുപേരുടെയും ക്യാരക്ടർ ചേഞ്ച് ആകുന്നത് പോലെ കാണിച്ചേക്കാം എന്നിട്ട് കോഡി റോഡ്സ് ജോൺ സീനയെ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് എടുത്തേക്കാം. ഇനി ഹീൽ ടേൺ ചെയ്തിട്ടില്ല എങ്കിലും കോഡി റോഡ്സ് തന്നെയാണ് ഈ മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത്. അത് ഇവരുടെ സ്റ്റോറി ലൈൻ, പ്രത്യേകിച്ച് കോഡി റോഡ്സ് റെസൽമേനിയയിൽ തോറ്റു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വില്ലനായാലും നായകനായാലും കോഡി റോഡ്സ് ആണ് വിൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ മാച്ചിൽ റോക്കൊക്കെ വന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര് വന്നാലും വന്നില്ലെങ്കിലും സെത്ത് റോളൻസിന്റെ ഒരു വരവ് ഈ മാച്ചിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതായത് കോഡി റോഡ്സ് വില്ലനാവാതെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. വില്ലനായിട്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ സെത്തിനെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. വില്ലനാവാതെ കോഡി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ സെത്ത് റോളൻസിന്റെ റിട്ടേൺ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് കോഡി റോഡ്സിന്റെ അടുത്ത് ക്യാഷ് ഇൻ ചെയ്തുകൊണ്ട് കോഡി റോഡ്സിന്റെ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തുകൊണ്ട് കോഡി റോഡ്സിനോട് പ്രതികാരം ചെയ്യും. അതായത് കോഡി റോഡ്സുമായിട്ട് നടന്ന എല്ലാ മാച്ചുകളിലും സെത്താണ് തോറ്റത്. അപ്പോൾ ആ ഒരു പ്രതികാരം സമ്മർ സ്ലാമിൽ തീർക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങാനും നൈറ്റ് 2 സംഭവിക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. സെത്ത് വന്ന് കോഡി റോഡ്സിന്റെ അടുത്ത് ക്യാഷ് ഇൻ ചെയ്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ജോൺ സീനയെ കോഡി തോൽപ്പിച്ചു, അടുത്ത സെക്കൻഡിൽ സെത്ത് വന്ന് ക്യാഷ് ഇൻ ചെയ്ത് ചാമ്പ്യൻഷിപ്പ് എടുക്കുമ്പോൾ ഫയർ ആയിരിക്കും. നോക്കാം ഇതുപോലെയെല്ലാം സംഭവിക്കുമോ എന്ന്. അപ്പോൾ എന്തായാലും ഈ മാച്ചിൽ എൻ്റെ പ്രൊഡിക്ഷൻ കോഡി റോഡ്സ് ന്യൂ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആകും. അപ്പോൾ ഇതൊക്കെയാണ് സമ്മർ സ്ലാമിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 3:30 തിങ്കളാഴ്ച രാവിലെ 3:30 മറക്കാതെ കാണുക. മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.